എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കേക്ക് സ്റ്റോറി എന്ന ഒരു പുതിയൊരു ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രൂ ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് വലിയ താരങ്ങൾ വരും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മെയിൻ റോൾ ചെയ്ത ആൾക്കാർ വരും എന്നുള്ളതായിരിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ താരം എന്ന് പറയുന്നത് സംവിധായകനും നായികയാണ്. ഞാൻ അതിനകത്ത് ആ സിനിമയിൽ ചെറിയൊരു ഭാഗമാണ്. പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടും ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ എത്രയോ വർഷമായിട്ട് സുനിൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് 3-4 സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയതായിട്ട് എൻ്റെ സഹോദര തുല്യനായതുകൊണ്ട് മാത്രമാണ് എനിക്കിത് തുടങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ദീപുവാണ്. അവൻ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ്. കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കുടുംബ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒപ്പീനിയനോടെ ആ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ വലിയ താരങ്ങളുള്ള സിനിമയ്ക്കാണ് എപ്പോഴും വലിയ ഇനീഷ്യൽ അല്ലെങ്കിൽ റിസപ്ഷൻ കിട്ടുന്നത്. അത്രയ്ക്ക് റിസപ്ഷൻ ഈ ചിത്രത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. എന്നാൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രത്തിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം സിനിമ അതിഗംഭീര സിനിമയാണ്, ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതിനെപ്പറ്റി ആ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ പറ്റിയെല്ലാം കൂടുതൽ സംവിധായകൻ പറയും. അപ്പോൾ ഞാൻ ആദ്യം സംവിധായകൻ്റെ വാക്കുകളിലേക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. നമസ്കാരം, ഞാൻ സുനിൽ, കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. ഇതെൻ്റെ 17ാമത്തെ പടമാണ്. മാനത്തെ കൊട്ടാരം, ചന്ത തുടങ്ങിയ പടങ്ങളൊക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ദിനേശ് ചേട്ടനോട് തന്നെ ഇത് 4ാമത്തെ പടമാണ്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ തന്നെ വേദ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അവൾ തന്നെ നായികയെ അഭിനയിച്ചിരിക്കുകയാണ്. കേക്കാണ് ഇതിൽ ഹീറോ. ഇതിൽ ബാബു ആൻ്റണി, അശോകൻ, ജോണി ആൻ്റണി, മേജർ രവി, നിറയെ ആർട്ടിസ്റ്റുകളുണ്ട്. ഒപ്പം സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കേക്കാണ്. അത് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേക്ക് മധുരമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ പല മുഹൂർത്തങ്ങളിലും കടന്നു വരുന്നതാണ്. നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നതാണ്. കേക്കിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ആരോടും വെറുപ്പില്ല. അപ്പോൾ കേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ആ കേക്കിനെയാണ് നമ്മൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല ഫാമിലിയും നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, സംവിധായകനാണെന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട്, സർ ഈ വെട്ടും കുത്തും ബഹളവും ഒന്നുമില്ലാത്ത സിനിമകൾ എടുത്തുകൂടെ? നമുക്ക് സിനിമ ഈ തിയേറ്ററിനകത്ത് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരും കുട്ടികളായിട്ട് പോകുമ്പോൾ വലിയൊരു വിഷമം തോന്നുന്നു. അപ്പോൾ ഈ ചിത്രം ശരിക്കും അതിനൊരു മറുപടി തന്നെയാണ്. അങ്ങനെയുള്ള യാതൊന്നുമില്ല, ഫാമിലിയോടുകൂടി കാണാവുന്നതാണ്. ലഹരിയുടെയോ വയലൻസിൻ്റെയോ ഒന്നും തന്നെ അതിപ്രസരമില്ലാത്ത സഭ്യമായ ഡയലോഗുകളും ഒക്കെയുള്ളൊരു ചിത്രമാണ്. പിന്നെ കേക്ക് സ്റ്റോറി 50 വർഷം മുമ്പത്തെ ഒരു കാലഘട്ടത്തിന് ഇപ്പോഴത്തെ പ്രസൻറ്റേയും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രണയ കഥ കൂടിയാണ്. ഞാൻ ചെയ്ത മറ്റൊരു ചിത്രങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് മ്യൂസിക്കുണ്ട്, ജെറി അമൽദേവ്, SP വെങ്കടേഷ്, റോണി റാഫേൽ തുടങ്ങിയ മ്യൂസിക് ഡയറക്ടേഴ്സുണ്ട്. കൂടുതൽ കേക്ക് സ്റ്റോറിയെക്കുറിച്ച് അതിൻ്റെ എഴുത്തുകാരി തന്നെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവളൊന്ന് സംസാരിക്കട്ടെ. കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ്. 2 കാലഘട്ടങ്ങളിലായിട്ട് ഉള്ള ഒരു പ്രണയകഥയും ഒരു പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കിയപ്പെട്ടുള്ള ഒരു കേക്കിൻ്റെ കഥയുമാണ്. നമ്മുടെ കേക്ക് സ്റ്റോറിയിലെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും കേക്ക് തന്നെയാണ്. ഒരുപാട് കേക്കുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും മൂവി വരുന്നത്. അപ്പം ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയുള്ള ഒരു മൂവി തന്നെയാണ്. കാണുന്ന ഓരോ പ്രേക്ഷകനും ഏതെങ്കിലും മൂമെൻറ്റ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ഒരു കേക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വരുന്നുമുണ്ട്. ഇപ്പം നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും പറയുന്നത് പടം കണ്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു കേക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സോ ഹാപ്പി ഫോർ ദാറ്റ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ദീപു. എന്നെ ആർക്കും കണ്ട് ഒട്ടും പരിചയം കാണില്ല. അവിചാരിതമായി ഈ സിനിമയിൽ വന്ന് പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ വെട്ടും കുത്തുമൊന്നും ഇല്ലാത്ത, ഒട്ടും നമുക്ക് സഭ്യമായ ഭാഷയിൽ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു കഥയാണിത്. വളരെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 തലമുറയാണ് ഈ സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒന്ന് സുനിലേട്ടൻ്റെ മകള്, അതുപോലെ തന്നെ TS സജി, TS സുരേഷ് ബാബുവിൻ്റെ അനിയൻ TS സജിയുടെ മകള്. അങ്ങനെ 2 തലമുറകൾ ചേരുന്നതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ ശകലം പ്രായം തോന്നുമെങ്കിലും പുതിയ തലമുറയിൽ തന്നെയാണ് ഞാൻ പെട്ടത്.
അപ്പോൾ ഞാനും അതിൽ ഉൾപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. വളരെ നല്ലൊരു സിനിമയാണിത്. ഫാമിലിയോടുകൂടി, കുട്ടികളോടുകൂടി, വളരെ നമ്മുടെ കേക്കിൻ്റെ മധുരം പോലെ തന്നെ നല്ല മധുരിക്കുന്ന ഓർമ്മകളുമായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്നൊരു സിനിമയാണ്. വലിയ ഈ സുനിലേട്ടനും ചേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ വലിയ താരങ്ങളുടെ വലിയൊരു അണിയറകളൊന്നും അതിനകത്തില്ല, ഒരുപക്ഷെ ഇല്ലായിരിക്കാം. എന്നിരുന്നാലും ഇപ്പം മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി കൂടുതലൊന്നും പ്രതിപാദിച്ചില്ല. അപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പുതിയ തലമുറയെയും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. നായിക പുതിയതാണ്, ഉപനായിക പുതിയതാണ്, പിന്നെ കുറച്ച് കലാകാരന്മാർ. അപ്പോൾ ഇത് ഒരു നല്ല ചിത്രമായിരിക്കും, നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു നല്ല വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക. ബാക്കിയുള്ളവരെയും കൂടെ ഇതിലോട്ട് ഈ സിനിമയെപ്പറ്റി ഒന്ന് മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇനി ഞാൻ എൻ്റെ കഥാപാത്രത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാം. അങ്ങനെ വലിയ നീട്ടിപ്പിടിച്ച് പറയാനുള്ള കഥാപാത്രമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സിനിമയിൽ നിങ്ങൾ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ വിട്ടു പോകുമ്പോൾ ഇയാൾ നല്ലൊരു വേഷം ചെയ്തു, അല്ലെങ്കിൽ ഇയാൾ ചെയ്തത് നന്നായി എന്ന് തോന്നുന്ന വിധം എന്നെ കൊണ്ട് സംവിധായകൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് വലിയൊരു താങ്ക്സ് പറയുകയാണ്. കാരണം ഒരു സീന്, നിങ്ങൾ ആ സീൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് തരത്തിലാണ് ആ ചിത്രത്തിൻ്റെ ഒരു മെയിൻ കണ്ടൻ്റായിട്ട് ആ സീൻ മാറുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഡോക്ടറായിട്ടാണ് അതിനകത്ത്. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു ഡോക്ടറായിട്ടാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. കാരണം നമുക്കറിയാം ഇന്ന് പൊതുവേ ചോദ്യങ്ങൾ വരുന്നത് മുഴുവൻ ഈ ലഹരിയെ പറ്റിയാണ്. അപ്പോൾ ആ ലഹരിയുടെ അഗൻസ്റ്റായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ. പക്ഷേ പിന്നീട് വരുന്ന കുറേ രസകരമായ സംഭവങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞ സസ്പെൻസ് പോകും. അപ്പോൾ ആ കേക്ക് സ്റ്റോറി ജനം കണ്ട് അവരുടെ മനസ്സും നിറയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ആ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി സുനിൽ എന്തെങ്കിലും പറയാനോ? അവന് ദിനേശ് ചേട്ടൻ്റെ സീനിൽ മാത്രമേ കേക്ക് ഷൂട്ടിങ്ങിന് ഇല്ലാതിരുന്നുള്ളൂ. ഇവർ പിന്നെ കേക്ക് ദിനേശ് ചേട്ടന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്, അതൊരു കാലിപ്പെട്ടിയാണ് കാണിച്ചത്, അതിനകത്തും കേക്കില്ലായിരുന്നു. ബാക്കിയുള്ള സീനുകളിലെല്ലാം തന്നെ കേക്കുകൾ. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കേക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കുകളാണ്. ഇതിനകത്തൊരു കേക്കും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചേന കൊണ്ടുള്ളൊരു കേക്ക്. ആരും ഇന്നുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, ചേന കേക്ക്. അപ്പോൾ അത് എഴുതി വെച്ച കേക്കാണ്. ആ കേക്ക് ഒരു ബേക്കറി ഉണ്ടാക്കിയത് സക്സസ് ആയി. ഞങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്ക്. അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഹോം ബേക്കിംഗ് ഏറ്റവും കൂടുതൽ ആരംഭിച്ച ആ സമയത്താണ്. വീട്ടിൽ വെറുതെ ഇരുന്നിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ കേക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടു, കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീട് അതൊരു ഉപജീവന മാർഗമായി മാറി. അത് വലിയൊരു സംഭവം. അപ്പോൾ ഈ സിനിമയെ അത് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ തൊഴിലില്ല നമ്മൾ പറയുന്നുണ്ട്, നമുക്കുള്ള തൊഴിൽ നമുക്കിടയിൽ തന്നെ ഉണ്ട്, നമുക്ക് തന്നെ കണ്ടെത്താവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ടാലൻസിൽ നിന്നാണ് നമ്മുടെ ഉപജീവന മാർഗത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അത് സിനിമ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ബിസിനസ് പരമായിട്ടോ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മൾ വീണ് പോകാറുണ്ട്. വീണ് പോയടുത്ത് വീണ് കിടക്കല്ല, അവിടെ നിന്ന് പഴയതിനേക്കാളും വലിയ ശക്തിയോടുകൂടി കുതിച്ചു ഉയരാനും കൂടി ഈ 2 സന്ദേശങ്ങൾ സിനിമ നൽകുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ സിനിമ കാണണം. കാരണം ഇത്തരം കൊച്ചു പടങ്ങളെ, നല്ല സിനിമകളെ തിയേറ്ററിൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ നല്ല സിനിമകൾ, നിങ്ങൾ ആവശ്യപ്പെടുന്ന നല്ല സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. കാരണം ഇതൊരു കൊമേഴ്സ്യൽ മീഡിയ കൂടിയാണല്ലോ, ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് റിക്കവറി വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ നമുക്ക് എല്ലാവരും കൂടി ഇവിടെ ഒത്തൊരുമിച്ചിരിക്കാൻ സാധിച്ചതിൽ എല്ലാവർക്കും താങ്ക്സ്. പ്രസ് ക്ലബിന് താങ്ക്സ്. എൻ്റെ കൂടെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു.